നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഈ സ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെ പുനർനിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്തൊക്കെയാണ് അല്ലേ? സംഘം കൃതികൾ പഠിച്ചു, അതുപോലെ ചരക്ക് ഗതാഗതത്തിൻ്റെ തെളിവുകൾ, പുരാവസ്തു തെളിവുകൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നതിന് സഹായകമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? ഗ്രീക്കോ റോമൻ ഉപാദാനങ്ങൾ എങ്ങനെയാണ് കേരളത്തിന്റെ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നതിന് സഹായകമായത് എന്നാണ്. ഓക്കെ, ഗ്രീക്കോ റോമൻ ഉപാദാനങ്ങൾ. ഗ്രീക്കോ റോമൻ വിവരണങ്ങളിൽ മെഡിറ്ററേനിയൻ ലോകവുമായുള്ള തമിഴകത്തിന്റെ ബന്ധം എടുത്തു കാണിക്കുന്നുണ്ട്. സ്ട്രാബോയുടെ ഭൂമിശാസ്ത്രം, അജ്ഞാത രചയിതാവിന്റെ എറിത്രിയൻ കടലിലെ സഞ്ചാരങ്ങൾ, അതുപോലെ പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി, ടോളമിയുടെ ഭൂമിശാസ്ത്രം എന്നിവ ഗ്രീക്കോ റോമൻ ഉപാദാനങ്ങൾക്ക് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രീക്കോ റോമൻ ഉപാദാനങ്ങളിൽ എങ്ങനെയാണ് പ്രാചീന കേരളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ പ്രാചീന കേരളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കൃതികളാണ് സ്ട്രാബോയുടെ ഭൂമിശാസ്ത്രം, അതുപോലെ അജ്ഞാത രചയിതാവായിട്ടുള്ള എറിത്രിയൻ കടലിലെ സഞ്ചാരി എന്ന് പറയുന്ന അജ്ഞാത രചയിതാവിൻ്റെ ഒരു കൃതിയുണ്ട്. അതുപോലെ തന്നെ പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രാചീന കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ടോളമിയുടെ ഭൂമിശാസ്ത്രം, ഇതൊക്കെ പ്രാചീന ഗ്രീക്കോ റോമൻ കൃതികളാണ്. ഇതിലെല്ലാം കേരളത്തെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ഉദാഹരണങ്ങളും തെളിവുകളുമുണ്ട്. ഈ രചനകളിൽ ആഫ്രിക്കയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും ഇടയ്ക്കുള്ള കപ്പലോട്ടത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. എന്നാൽ ഈ എല്ലാ രചനകളും പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ചില കൃതികളിലുള്ള പറയുന്ന കാര്യങ്ങൾ കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ചില സഞ്ചാരികൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ വന്നിരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് സൂചനയൊന്നുമില്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ചില കൃതികൾ വിശ്വാസയോഗ്യമാണ്, ചില കൃതികൾ വിശ്വാസയോഗ്യമല്ല. ഇപ്പം സ്ട്രാബോ, പ്ലിനി, അരിയൻ എന്നിവരുടെ കൃതികൾ കുറച്ചുകൂടി യുക്തിസഹമായതിനാൽ നമുക്ക് വിശ്വസിക്കാനാവും. ചില മറ്റു കൃതികളിൽ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം വിശ്വാസയോഗ്യമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള കൃതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രകൃതി ചരിത്രം. ഗ്രീക്ക് റോമൻ വിനിമയ ബന്ധത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ തെളിവുകൾ നൽകുന്ന ഒരു ഗ്രന്ഥമാണ് പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി. ഈ ഗ്രന്ഥത്തിന് ഏകദേശം 37ഓളം വോള്യങ്ങളുണ്ട് അല്ലെങ്കിൽ വാല്യങ്ങളുണ്ട്. ഇത് ഒരു സർവ്വവിജ്ഞാന കോശം അല്ലെങ്കിൽ ഒരു എൻസൈക്ലോപീഡിയ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി. ഇതിൽ പ്രകൃതിയെക്കുറിച്ചും അതുപോലെ മനുഷ്യരെക്കുറിച്ചും എന്തുണ്ട്, വിവരണങ്ങൾ ഉണ്ട്. അപ്പോൾ ഗ്രീക്കോ റോമൻ വിനിമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യാപാരത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഏകദേശം 37ഓളം വോള്യങ്ങളുണ്ട്. അതൊരു എൻസൈക്ലോപീഡിയ പോലുള്ള ഗ്രന്ഥമാണ്. പ്രകൃതിയെക്കുറിച്ചും അതുപോലെ മനുഷ്യനെക്കുറിച്ചുമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, ഈ നാച്ചുറൽ ഹിസ്റ്ററിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ റോമാൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അതുപോലെ തെക്ക് കിഴക്കൻ തീരങ്ങളിലെ തുറമുഖങ്ങളെക്കുറിച്ച്, കമ്പോളങ്ങളെക്കുറിച്ച്, ചരക്ക് നീക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഏതിലുണ്ട്, ഈ കൃതിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ്? തുറമുഖങ്ങൾ, അതുപോലെ കമ്പോളങ്ങൾ, ചരക്കുകൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. പ്രാചീന കേരളത്തിലെ പ്രധാന തുറമുഖമായിരുന്നു മുസിരിസ്. ഇന്ത്യയിലെ ആദ്യത്തെ എംപോറിയം എന്നാണ് പ്ലിനി മുസിരിസിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് കമ്പോളങ്ങളെക്കുറിച്ചും തുറമുഖങ്ങളെക്കുറിച്ചൊക്കെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ടെന്ന്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് മുസിരിസ് എന്ന് പറയുന്നത്. ഈ മുസിരിസ് എവിടെയാണ്? ഇന്നത്തെ കേരളത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ഒക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖ നഗരമാണ് മുസിരിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇന്ത്യയിലെ ആദ്യത്തെ എംപോറിയം എന്നാണ് പ്ലിനി വിശേഷിപ്പിച്ചത്. എന്നാൽ സമുദ്ര വ്യാപാരികളെ സംബന്ധിച്ച് മുസിരിസ് ഒരു വെല്ലുവിളിയുള്ള തുറമുഖമായിരുന്നു. മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് സമുദ്ര വ്യാപാരികൾക്ക് വളരെ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു തുറമുഖമായിരുന്നു മുസിരിസ്. കാരണം എന്താണ്? ധാരാളം കടൽ കൊള്ളക്കാർ ഈ ഒരു ഭാഗത്ത് താമസമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടാതെ തുറമുഖത്തിന്റെ സ്ഥാനം ഒഴുക്കിന് എതിരെയായിരുന്നു, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ആൾക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ വ്യാപാരം ധാരാളം കടൽ കൊള്ളക്കാരുള്ളത് കൊണ്ടും ഈ തുറമുഖം സമുദ്ര വ്യാപാരികൾക്ക് വളരെ വെല്ലുവിളിയുള്ള ഒന്നായിരുന്നു. കൂടാതെ ഈ കൃതിയിൽ ബക്കാറെ, നെൽക്കിണ്ട എന്നീ തുറമുഖങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. മുസിരിസിനെ കുറിച്ച് മാത്രമല്ല, അതുപോലെ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭമായിട്ടുള്ള മറ്റു തുറമുഖങ്ങളാണ് ബെഗാരെ, അതുപോലെ നെൽക്കിണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള തുറമുഖങ്ങളെക്കുറിച്ചിട്ടും ഈ കൃതിയിൽ പരാമർശമുണ്ട്. പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് എറിത്രിയൻ കടലിലെ ഭൂപ്രദക്ഷിണം അല്ലെങ്കിൽ എറിത്രിയൻ കടലിലെ സഞ്ചാരങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു അജ്ഞാത ഗ്രന്ഥകർത്താവ് എഴുതിയിട്ടുള്ള കൃതി. ഈജിപ്തിൽ നിന്നുള്ള ഒരു അവ്യക്തനായിട്ടുള്ള ഗ്രീക്ക് നാവികൻ എഴുതിയ
വിവരണങ്ങളാണ് ഏത് എറിത്രിയൻ കടലിലെ ഭൂപ്രദക്ഷിണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഏകദേശം 66ഓളം ഹ്രസ്വകുറിപ്പുകളുണ്ട്. അങ്ങനെ 66ഓളം ഹ്രസ്വകുറിപ്പുകൾ സമാഹരിച്ച് ഒരു പുസ്തകമാക്കിയതാണ് എറിത്രിയൻ കടലിലെ ഭൂപ്രദക്ഷിണം എന്ന് പറയുന്ന കൃതി. ഏദൻ തുറമുഖം, പേർഷ്യൻ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലേക്കുള്ള സമുദ്ര സഞ്ചാരത്തെക്കുറിച്ചാണ് ഈ കൃതിയിൽ പറയുന്നത്. ഏതൊക്കെയാണ്? ഏദൻ തുറമുഖം, അതുപോലെ പേർഷ്യൻ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലേക്കുള്ള സമുദ്ര സഞ്ചാരത്തെക്കുറിച്ച് പറയുന്ന കൃതിയാണ് എറിത്രിയൻ കടലിലെ ഭൂപ്രദക്ഷിണം. ഈ സമുദ്രങ്ങളെ മൊത്തത്തിൽ എറിത്രിയൻ കടൽ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ കൃതിയെ എറിത്രിയൻ കടലിലെ ഭൂപ്രദക്ഷിണം എന്ന് വിളിക്കുന്നത്. മുസിരിസിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള കപ്പലുകൾ വന്ന് നിറഞ്ഞതിനെ കുറിച്ച് ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട്. എറിത്രിയൻ കടലിലെ ഭൂപ്രദക്ഷിണം എന്ന് പറയുന്ന കൃതിയിൽ മുസിരിസിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മുസിരിസിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള കപ്പലുകൾ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പാണ്ഡ്യ രാജാക്കന്മാരുടെ തുറമുഖമാണ് നെൽക്കിണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ നെൽക്കിണ്ട എന്ന് പറയുന്ന തുറമുഖം പാണ്ഡ്യ രാജാക്കന്മാരുടെ തുറമുഖമാണ്. ആരാണ് പാണ്ഡ്യ രാജാക്കന്മാർ എന്ന് പറയുന്നത്? തമിഴകം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ തമിഴകത്തിലെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇന്നത്തെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് പാണ്ഡ്യ രാജാക്കന്മാർ എന്ന് പറയുന്നത്, അല്ലെ? ആ രാജാക്കന്മാരുടെ തുറമുഖമാണ് നെൽക്കിണ്ട എന്ന പേരിൽ അറിയുക, അല്ലെങ്കിൽ അവരുടെ തുറമുഖമാണ് നെൽക്കിണ്ട. കുരുമുളക്, പട്ട തുടങ്ങിയ വസ്തുക്കൾ ശേഖരിക്കാനാണ് യൂറോപ്യന്മാർ അവിടേക്ക് എത്തിയിരുന്നത്. ഇതിനു പകരമായിട്ട് അവർ കൊടുത്തിരുന്നത് സ്വർണ്ണ നാണയങ്ങൾ, അതുപോലെ നേർത്ത വസ്ത്രങ്ങൾ, ചെമ്പ്, ഗ്ലാസ് എന്നിവ വ്യാപാരം ചെയ്തിരുന്നു. അപ്പോൾ സ്വർണ്ണ നാണയങ്ങളുമായിട്ടാണ് ഇവർ എങ്ങോട്ടേക്ക് എത്തിയിരുന്നത്? ഇത്തരത്തിലുള്ള കുരുമുളകും പട്ടയൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡ്യ രാജാക്കന്മാരുടെ തുറമുഖമായിട്ടുള്ള നെൽക്കിണ്ടയിലേക്കും മുസിരിസിലേക്കും ഒക്കെ എത്തിയിരുന്നത്. നാവികരുടെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് അവരെവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു? അവരുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. കാരണം നമ്മൾ അത്രത്തോളം ഗോതമ്പൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാവികരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഗോതമ്പ് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ കൊണ്ടുവന്നിരുന്നതായിട്ടും ഈ കൃതിയിൽ പരാമർശമുണ്ട്. CE 2-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരനായിട്ടുള്ള ടോളമി തമിഴകത്തിന്റെ ഭൂപടം നിർമ്മിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും ടിൻഡിസ്, മുസിരിസ്, അതുപോലെ ബ്രഹ്മകര എന്നീ തുറമുഖങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏതാണ് ടോളമിയുടെ ഗ്രന്ഥം? ജിയോഗ്രഫിയാണ്, അല്ലെ? ഭൂമിശാസ്ത്രമാണ് ടോളമിയുടെ ഗ്രന്ഥം. അതേപോലെ ഒരു ഗ്രന്ഥം ആരും എഴുതിയിട്ടുണ്ട്? സ്ട്രാബോയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ടോളമിയുടെ കൃതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഭൂപടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു തമിഴകത്തിന്റെ. പ്രാചീന തമിഴകം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് തമിഴകം എന്ന് പറയുന്നത്. അപ്പോൾ ആ തമിഴകത്തിന്റെ ഭൂപടം ടോളമി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായിട്ടുള്ള ജിയോഗ്രഫിയിൽ ടിൻഡിസ്, മുസിരിസ്, അതുപോലെ ബ്രഹ്മകര എന്നീ തുറമുഖങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്യൂട്ടിംഗർ ടേബിൾ മറ്റൊരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. ഒരു ഭൂപടമാണ് പ്യൂട്ടിംഗർ ടേബിൾ എന്ന് പറയുന്നത്. അതും ഈ പ്രാചീന കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായകമായിട്ടുള്ള ഒരു സ്രോതസ്സാണ്. മുസിരിസിലെ അഗസ്റ്റസ് ക്ഷേത്രത്തിന്റെ സ്ഥാനം പിൻകാലത്ത് വ്യാപകമായിട്ട് ഏതിൽ പറയപ്പെടുന്നുണ്ട്? ഈ പ്യൂട്ടിംഗർ ടേബിളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രീക്ക്, റോമൻ കൃതികളിലൊക്കെ നമ്മുടെ പ്രാചീന കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രാചീന കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലെങ്കിൽ തുറമുഖ കേന്ദ്രമായിരുന്നു നമ്മുടെ കേരളം എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ പ്രാചീന കേരളത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കാൻ ഏതും സഹായകമാണ്. ഈ ഗ്രീക്കോ റോമൻ ഉപാദാനങ്ങളും സഹായകമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ